രാജ്യത്തുടനീളം ഈ ആക്രമണങ്ങൾ നടക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശിൽ, ആസാമിൽ ഉൾപ്പെടെ, BJP ഭരിക്കുന്ന UP ഉൾപ്പെടെ നിരവധി വൈദികർ ജയിലുകളിലാണ്. പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ആൻറ്റി കൺവേർഷൻ മതപരിവർത്തന വിരുദ്ധ നിയമം അനുസരിച്ച് ഇവർ മതപരിവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് ഇവരെ അത് കേസിൽപ്പെടുത്തി ജയിലിലിടുകയാണ്. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുത്തുകയാണ്. പ്രാർത്ഥനാ കൂട്ടായ്മകൾ തടസ്സപ്പെടുത്തുകയാണ്. ഞായറാഴ്ചകളിലുള്ള ആരാധനകൾ പോലും നടക്കുന്നില്ല. സ്കൂളുകളിൽ ചെന്ന് അവർ വച്ചിരിക്കുന്ന വിശുദ്ധരുടെ പ്രതിമകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെടുകയാണ്. ഇല്ലെങ്കിൽ അത് തകർത്ത് കളയുമെന്ന് പറയുകയാണ്. രാവിലെ സ്കൂൾ തുടങ്ങുമ്പോഴുള്ള ക്രൈസ്തവ ഗാനങ്ങളൊന്നും പ്രാർത്ഥനകളൊന്നും പാടില്ല, ജയ് ശ്രീറാം വിളിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. രാജ്യം വളരെ മോശമായ സ്ഥിതിയിലേക്ക് പോവുകയാണ്. ന്യൂനപക്ഷങ്ങൾ ഭയങ്കരമായി ആക്രമിക്കപ്പെടുകയാണ്. അതിൻ്റെ മീതെയാണ് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിലെ വെബ് പോർട്ടലിൽ വന്ന ലേഖനം. അത് വഖഫ് ബില്ല് കഴിഞ്ഞു, ഇനി ക്രൈസ്തവരുടെ നേരെ നോക്കാം. അവർക്ക് 7 കോടി ഹെക്ടർ സ്ഥലം, 726 കോടി ഏക്കർ സ്ഥലം അവരുടെ കയ്യിലുണ്ട്. അത് ബ്രിട്ടീഷുകാർ പാട്ടം കൊടുത്തതാണ്, അത് തിരിച്ചു പിടിക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഞങ്ങളിത് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. വഖഫ് ബില്ല് വന്നതുപോലെ തന്നെ ചർച്ച് ബില്ല് വരും. ആദ്യം മുസ്ലിം സമുദായത്തിൻ്റെ നേർക്ക്, അതിനുശേഷം ക്രൈസ്തവരുടെ നേർക്ക്. അപ്പോൾ കേരളത്തിൽ ഈ സംഭവം മുനമ്പം വിഷയവുമായി കൂട്ടിക്കുഴച്ച് അതൊരു 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാൻ ശ്രമിച്ചു. അന്ന് ഞങ്ങൾ എല്ലാവരോടും മുന്നറിയിപ്പ് നൽകി, ഒരിക്കലും ഇത് 2 മതങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നമല്ല. ഇത് യഥാർത്ഥത്തിൽ ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ, ഭരണഘടന നൽകുന്ന അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ്. അത് വഖഫ് ബില്ലിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, അത് ഇതിൽ കൂടി അവസാനിക്കും. അപ്പോൾ അതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ദേശീയ തലത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു ന്യൂനപക്ഷ സമുദായത്തെയും അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ തകർത്തു വേട്ടയാടാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഞങ്ങളെടുത്തത്. ആ നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.